അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് അവിടെ ചെന്നിട്ട് എന്തുവാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഈ പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു സ്ഥലം ഉള്ളത്. ഫുൾ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? കണ്ടിട്ട് നല്ല തിരക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട്. കാത്ത് കാത്ത് കാത്തു നിന്നു മന്ദാരപ്പൂ വിരിയണത് എങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചില്ലി ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കാണുമെന്നാണ് തോന്നുന്നത്. ഒന്നും അറിയത്തില്ല, നമുക്ക് അകത്ത് പോയി കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഗൈസ്, ഇവിടെ നല്ല തിരക്കാണ്. പറമ്പ് പോലെയാണ് ഗൈസ് ഇവിടെ. കൊറേ ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ. നല്ല തിരക്കുമാണ്. പണ്ട് ഞങ്ങളിവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ആദ്യം ബിന്ദുവിൻ്റെയായിട്ടായിരുന്നു വന്നത്. അപ്പം വാപ്പിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വാപ്പിയായിട്ട് ഒരു ദിവസം വന്നായിരുന്നു ഗൈസ്. അന്ന് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ റൈഡിലും ഒക്കെ കയറിയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ പോലെ കുറേ അറബികൾ വന്നിട്ട് ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയ ചെറിയ പാവകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന പോലെയാണ്. നമ്മൾ എക്സാമ്പിൾ പറയുന്ന ഒരു ഉത്സവം പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇവിടെയും. ഭയങ്കര തിരക്ക്. അപ്പോൾ ഗൈസ്, ഇത് ചക്കരയിലെ 4th ചില്ലി ഫെസ്റ്റ് എന്നും പറയും, പെപ്പർ ഫെസ്റ്റ് എന്നും പറയും. അങ്ങനെ ഗൈസ് നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്. കണ്ടോ, നിങ്ങൾ കാണും തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഞാൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞത്. കാരണം പണ്ട് ഇവിടെ കൊറോണ ആയതുകൊണ്ട് ആരും കയറ്റിയില്ല. കൊച്ചു പിള്ളേരെ വലിയവരെ മാത്രമായിരുന്നു കയറ്റിയത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകം എങ്ങനെയാണെന്ന് പോലും കണ്ടില്ല. സോ നമുക്ക് ആദ്യമായിട്ട് വലതുകാല് വെച്ച് തന്നെ കയറാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. കണ്ടോ, ഹായും വാപ്പിയാണ്. ഇത് അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഈ ഫസ്റ്റ് കാണുന്ന തന്മയുടെ അഡ്വർടൈസ്മെന്റ് എൻ്റെ വാപ്പി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെയാണ്. മുളകാണ് ഗൈസ്, അത് നല്ല വലിയ മുളക്. മുളകിന് കുറേ സംഭവങ്ങളാണ് ഇവിടെ. കുറേ പൊടികളും മുളക് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. മുളകാണ്. ഇത്രയും മുളകാണ് ഗൈസ്. ഇതുണ്ട് മുളക്. ഇത് കണ്ടോ ഗൈസ്, ജീവനുള്ള തേനീച്ചയാണത്. തേനാണ്. നാച്ചുറൽ ഹണി. അപ്പോൾ നമുക്കിനി അടുത്ത കടയിലോട്ട് പോവാം. ഇവിടെ കുറേ ഒരു സെക്ഷനിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇത് മുളക് തന്നെയാണ്. ഇത് മുളകാണ് ഗൈസ്. ഏതടി ഗൈസ്, ഇത് പല പല ലീവ്സ് ആണ്. ഇപ്പോൾ റോസ്മേരി, പല പല ഫ്രൂട്ട്സ്
ഫ്രൂട്ട്സും ഇലകളും ഒക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. കണ്ടോ, എന്തിൻ്റെയൊക്കെ കടകളാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇത് കണ്ടോ ഗൈസ്. ഒരു മുളക് പിടിച്ച് നിൽക്കുന്ന മരമാണ് കണ്ടോ. മുളക് കൂട്ടിയിട്ടേക്കുന്നതാണ്, മുളക് വെച്ച് ഒട്ടിച്ചേക്കുന്നു. എന്താണിത്? ഇതൊക്കെ മുളക് വെച്ചുള്ള സാധനങ്ങളാണ്. മുളകച്ചാർ, ഇത് മുളകിന്റെ ചെടിയല്ലേ? ആ പൊട്ടി ഒന്നേ. എടുത്തോളേ ഫ്രീ ആയിട്ട്. കുറേ കടകളാണ് ഗൈസ്, മുളകിൻ്റെ തന്നെ കുറേ കടകൾ. എന്തൊക്കെയാണോ ഇതെന്തോ ഇത്? എന്ത് ബാപ്പി? വിത്താണ്. ഇതെല്ലാം വിത്താണ്, ഇതെല്ലാം വിത്താണ് ഗൈസ്. പല സാധനത്തിന്റെ വിത്താണ്. ഇതെന്തിന്റെ വിത്താ? തേനീച്ചയുടെ നാച്ചുറൽ ഹണി. ഇവിടെ വെച്ചാണ് മുളക് ലേലത്തിൽ ഇത് ലേലത്തിൽ മുളക് കൊടുക്കുന്നതാണ് ഈ ഒരു സ്ഥലം. ഇത് കണ്ടു ഗൈസ്, നിങ്ങൾ കണ്ടു തള്ളിയോ? അമ്മോ, ഇത് പാർക്കാണ്. പണ്ട് ഇവിടെ അല്ലായിരുന്നു അയാൾക്ക് പേടി കയറാൻ. ഗൈസ് ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട് എല്ലാ കുട്ടികൾക്കും കളിക്കാൻ വേണ്ടി. ഇവിടുത്തെ റൈഡ്സ് എന്ന് വെച്ചാൽ മറ്റേ ഈ ഒരു കാളയുടെ പുറത്തിരുന്ന് കറക്കുന്നത്, പിന്നെ അത് ഈ ഒരു സംഭവം ഇതിൻ്റെ പേരറിയത്തില്ല, പിന്നെ ബോട്ടിംഗ് ഉണ്ട് കുഞ്ഞു പിള്ളേരുടെ, പിന്നെ ട്രെയിൻ ഓടിക്കുന്നതുണ്ട്, പിന്നെ വണ്ടി ഓടിക്കുന്നതുണ്ട്, ഈ ഒരു ബോളിനകത്ത് കയറിയിരുന്ന് കളിക്കുന്നതുണ്ട്, പിന്നെ അത് ഈ ഒരു ചാടുന്ന സാധനമുണ്ട്, പിന്നെ വേറെ കുറേ ട്രംബലീനൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ചെറുത് തൊട്ട് വലുത് വരെയുള്ള ട്രംബലീനൊക്കെ ഉണ്ട് ഇവിടെ. കളർ ചെയ്യുമ്പോൾ ഫേസ് പെയിന്റ്. هذا سوى انت؟ هذا انت؟ ها؟ നമുക്കൊന്ന് ഫേസ് പെയിന്റ് ചെയ്യാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ചെയ്യാൻ വേണ്ടി പോകാൻ. ഫസ്റ്റ് ഞാനാണ് ഇരുന്നത്. ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് എടുത്തത്.
പറഞ്ഞു. അടുത്ത ഹയാണ് ഗൈസ് ഫേസ് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Good. First. Yeah. അങ്ങനെ ഗൈസ് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ജോക്കറും പിന്നെ കുറെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. പക്ഷെ അർത്ഥം മനസ്സിലായില്ലെന്നേ ഉള്ളു ഗൈസ്. ഇവിടെ കുറെ ഗെയിമും കുറെ പാട്ടുകളും കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് അറബികളുടെ എന്തോ തരത്തിലൊരു ഡാൻസ് ആണ്. തോക്കും വടിയും ഒക്കെ വെച്ച്. ഇത് റിയൽ തോക്കാണോ എന്ന് അറിയത്തില്ല. ആ തോക്ക് കറക്കി മേളയിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരുന്ന ഡാൻസ് ആണ് ഈ ഡാൻസ് എന്ന് പറയുന്നത്. ഈ ഡാൻസിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒപ്പന, തിരുവാതിരയൊക്കെ പോലത്തെ ഇവിടുത്തെ ഒരു ഡാൻസ്. നല്ല രസമാണ് ഗൈസ് ഇത് കണ്ടോണ്ടിരിക്കാൻ. അവരുടെ ഒരു സ്ലോയിലുള്ള ഒരു മൂവ്മെന്റ്, ആ തോക്കെറിഞ്ഞ് പിടിക്കുന്ന ആ ഒരു അതൊക്കെ കാണാൻ നല്ല രസമാണ്. പുറകെ നിൽക്കുന്നവരുടെ കയ്യിൽ ഊന്നുവടി പോലൊരു സാധനമാണ് ഗൈസ്. അത് വെച്ചാണ് അവർ കറക്കി കളിക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ വേറെ ചോക്കുന്നു. അവരുടെ കയ്യിൽ ചെറിയ വാളാണ് ഗൈസ് ഉള്ളത്. അതാണ് അവർ വയറ്റിട്ട് തിരികെ വെച്ചേക്കുന്നത്. അവിടുത്തെ കുട്ടികളെല്ലാവരും കൂടി ആ സ്റ്റേജിൽ കയറി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയാം ആ സ്റ്റെപ്പ് എങ്ങനെ, ഈ തല ഇങ്ങനെ ആട്ടിയാണ് അതിൻ്റെ സ്റ്റെപ്പൊക്കെ. അവിടുത്തെ കുട്ടികളെല്ലാം അങ്ങനെ ഇത് കളിക്കുന്നുണ്ട്. നമുക്ക് ഒന്നും അറിയത്തില്ല. كنا نوقف يلا 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 كنا نوقف طيب كلنا نسوي زي المهرجين ايوه ما اوكي ما شاء الله
هذا سعره شوف هذا سعره هذا صغير ഇത് മറ്റേ പുകയിടുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ കൊടുക്കുന്ന അത് ഒറിജിനൽ വലിയൊരു പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫേസ് പെയിന്റ് ചെയ്യുന്ന സ്ഥലം മാത്രമല്ല ഫേസ് പെയിന്റ് ചെയ്യുന്നത്, വേറെ കുറേ ഫേസ് പെയിന്റ് ഈ ഒരു ഫേസ് പെയിന്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ. കുറേ ഫേസ് പെയിന്റ് ചെയ്യുന്നതും പിന്നെ കുറേ ഫുഡ് കോർട്ടും പിന്നെ തുണിക്കട പിന്നെ എന്താണ് വേറെ പിന്നെ ഇവിടെ സ്പ്രേ വിൽക്കുന്ന ഷോപ്സും പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉള്ള ഷോപ്സ് ഉണ്ട്. ഇത് കളർ അടിക്കാൻ കളർ ഗൈസ് നമ്മൾ ഞാനിങ്ങനെ ഫേസ് പെയിന്റ് ഒക്കെ എന്തുവാ ഇത് എന്തുവാ ഇത് അലുവ ഉണ്ടാക്കുന്നേ കുഞ്ഞു വീഡിയോ അവസാനിക്കുകയാണ്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.